നമസ്കാരം, ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ഒപ്പമുണ്ടാകും എന്തിനും എപ്പോഴും. ഇതൊരു വെറുമ്പാക്കല്ല. കാരണം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിൽ ഈ ഒരു വാർഡിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മൈലമ്മൂട് വാർഡിലെ 450ഓളം വരുന്ന കുടുംബങ്ങൾക്കും സ്കൂൾ തുറപ്പ് എന്ന വലിയ ചെലവിൽ കഴിഞ്ഞ കുറച്ചു നാളായി വിഷമിക്കേണ്ടി വന്നിട്ടില്ല. തന്റെ വരുമാനവും പ്രവാസികളും നാട്ടുകാരുമായ സുഹൃത്തുക്കളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഷെഫീഖ് ചോഴിയക്കോട് എന്ന വാർഡ് മെമ്പർ തന്റെ വാർഡിലെ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരികയാണ്. വലിപ്പച്ചെറുപ്പം നോക്കാതെ, ജാതിമത ഭേദം നോക്കാതെ വളരെ സുതാര്യമായി തന്നെ ഇത് നടത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. തനിക്ക് നേരെ ഉണ്ടാവുന്ന കളിയാക്കലുകൾക്കെതിരെ ചെറുപുഞ്ചിരിയുമായി മുന്നേറുന്ന ഈ ചെറുപ്പക്കാരൻ തന്റെ വാർഡിലെ പഠനോപകരണ വിതരണം പൂർത്തീകരിച്ച് ചോഴിയക്കോട് വാർഡിലും പഠനോപകരണം എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് വാർഡ് മെമ്പർമാരും ഇതൊരു മാതൃക ആക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ആഗ്രഹം വരുന്നു, നമ്മളെ നാട്ടിലാരും ഈ പഴയ പോലെ പ്ലാസ്റ്റിക് കവറിലും കീറിപ്പറഞ്ഞ ബാഗിലൊന്നും സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ പുസ്തകം കൊണ്ടുപോകണം, ബുക്ക് കൊണ്ടുപോകണ അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളെ കുട്ടികൾ അങ്ങനെ കീറിപ്പറഞ്ഞ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോകണം, എൻ്റെ വിഷമവും സങ്കടമൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുണ്ടാവരുത് എന്നുള്ള നമ്മളൊരു തീരുമാനമാണ് ഭംഗിയായി ഗംഭീരമായി നാട്ടുകാർ ഏറ്റെടുത്തത്. ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ ഏകദേശം 340 പേർക്ക് ഇന്നലെ വരെ വിതരണം ചെയ്തു. 1000 രൂപയോളം വരുന്ന കിറ്റാണ്. നല്ല ബാഗ്. കഴിഞ്ഞ വർഷം കിട്ടിയ ബാഗ് പൊട്ടി ആരെങ്കിലും കഴിഞ്ഞ വർഷം കിട്ടിയ ബാഗ് ഇല്ല. അപ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. നമ്മളെ കുട്ടികൾ അഭിമാനത്തോടു കൂടി ഒരു വർഷം പഠിക്കണം. തിരിച്ച് കുട്ടികൾ നമുക്ക് തരേണ്ട എന്താണ്? നന്നായി പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ സ്കൂളിൽ പോവാതിരിക്കരുത്, മടി പിടിച്ച് പഠിക്കാതിരിക്കരുത്. ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന ആളുകൾ, ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആളുകളാവരുത്. അതിനുവേണ്ടി നമ്മൾ ഈ പ്രയത്നം മൊത്തം നടത്തും. ഇന്നിപ്പോൾ നമ്മളിവിടെ ഉള്ളത് റിനോ അറിയാമല്ല. റിനോ നിങ്ങൾക്കറിയാവുന്ന രീതി പറഞ്ഞ രാങ്ങി സാറിൻ്റെ കൊച്ചുമോൻ. അൻസർക്ക നമ്മളെ ഇല്യാസ്വാമ്മയുടെ മകൻ. അപ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഇവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിർത്തുന്നത്. നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കൂടാന്ന് പറയുന്നത് ഈ മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരെ കൂടി ഈ പ്രദേശം കാണിക്കുക. അവരിങ്ങനെ ഇതിലേ പോവുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറാറില്ല. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പഠിപ്പിച്ചത്, എന്നെ വളർത്തിയതൊക്കെ ഈ നാടാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വലിയൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ ഞാൻ മറന്നു പോകാൻ, ഞാൻ എത്ര മുകളിലേക്ക് പോയാലും ആ കാലത്തെ ഞാൻ മറന്നു പോകാൻ പാടില്ല. എനിക്ക് പുസ്തകം വാങ്ങി തന്നത് ഈ നാടാണ്, എനിക്ക് വസ്ത്രം വാങ്ങി തന്നത് ഈ നാടാണ്, എനിക്ക് ആഹാരം തന്നത് ഈ നാടാണ്, എനിക്ക് സ്നേഹം തന്നത് ഈ നാടാണ്, എൻ്റെ ഉപ്പയായ നാടാണിത്, എൻ്റെ ഉമ്മയായ നാടാണിത്. അപ്പോൾ ആ നാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് എനിക്ക് അന്യമായൊന്നുമില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ വീടുകളും എനിക്ക് എൻ്റെ വീടാണ്. അവരുടെ സ്നേഹം, അവരുടെ കാരുണ്യം, അവരുടെ കരുണ, അവരുടെ ചേർത്ത് നിർത്തൽ, എൻ്റെ ഒരു 10-40 വർഷം എനിക്ക് നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞ ഒന്നാണ് ഈ നാട്ടിൽ നിന്ന്. അപ്പോൾ അവർ വളർത്തിയ അവരുടെ മകൻ എന്നുള്ള തലത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. അത്ര തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്ത് ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ സഹായിക്കുന്ന, എന്നെ തിരിച്ചറിഞ്ഞ കുറേ മനുഷ്യരാണ്. അവരുടെ സഹായങ്ങളാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത്. അതിനപ്പുറത്ത് ഇതിനകത്ത് ഞാനെന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതൊക്കെ ഇതിനകത്തുള്ളതല്ലേ. എല്ലാവരും ആ കളിയാക്കലൊക്കെ നമുക്ക് ലഹരിയല്ലേ. ഇപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഏത് കാര്യത്തിന് രാത്രി ഏത് സമയത്ത് വിളിച്ചാലും വന്നിട്ടിരുന്ന ഷെഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പഞ്ചായത്ത് ഇലക്ഷന് നിന്നു. നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വിശദമാക്കാം. ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണ് ഷെഫീഖ്. ഒരാളുണ്ട്, ഫുൾ A+ അല്ലേ? ഓക്കെ അല്ലേ? നല്ലപോലെ പഠിക്കണം കേട്ടാ. പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെ വിളിക്കും? നമ്മളെ വിളിച്ചോളണം. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടിനും ആരെ വിളിക്കണം? ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഷെഫീഖ് എന്ന ഈ മനുഷ്യ സ്നേഹി തങ്ങളുടെയൊക്കെ ചേട്ടനും അനുജനും മാമനും ഇക്കയും ഒക്കെയാണ്. എന്ത് സ്ഥാനമുണ്ടായിട്ടും ജനമനസ്സുകളിൽ സ്ഥാനമില്ലെങ്കിൽ എന്ത് കാര്യം എന്ന ഉമ്മൻചാണ്ടി സാറിന്റെ വാക്കുകൾ ഇവിടെ അർത്ഥവത്താകുന്നു. ഷെഫീഖിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.